അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിൽ ആദ്യമായിട്ട് വിശ്വസിക്കുന്ന ആള് ഒരു പുരുഷനായിരുന്നില്ല, മറിച്ച് അത് ഒരു സ്ത്രീയായിരുന്നു. ബിവി ഖദീജ റളിയല്ലാഹു അൻഹ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അധ്യാപനങ്ങളും അള്ളാഹു നൽകുന്ന ജിബ്രീൽ വഴി നൽകുന്ന വഹിയൊക്കെ ആദ്യമായിട്ട് പറയുന്നതൊക്കെ ഖദീജ ബീവിയോടാണ്. ഉടനെ ഖദീജ ബീവി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൂടാതെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ കൂടെ ആയതിനാൽ അത്രയും പ്രവാചകനെ വിശ്വസിച്ച് കൂടി നിൽക്കുന്ന ഖദീജ ബീവിയെയാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിയെ പ്രബോധനത്തിൻ്റെ വഴിയിലേക്ക് ഇറങ്ങുകയാണ്. മക്കയിലെ ഓരോ ആളുകളെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രവാചകന്റെ 23 വർഷക്കാലം നീണ്ട ആ പ്രബോധന സഭയില അത് പല ഘട്ടങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കുടുംബക്കാരോട് മാത്രം പറയുന്ന വളരെ രഹസ്യ സ്വഭാവമുള്ള പ്രബോധനമായിരുന്നു. പിന്നീടത് പരസ്യമാകുന്നു. പിന്നീടത് മക്കയും അറേബ്യയൊക്കെ കടന്നു പോകുന്ന തരത്തിൽ പല ഘട്ടങ്ങളായിട്ട് അത് കിടക്കുകയാണ്. ആദ്യമായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വീട്ടിലാണ്. ഖദീജ ബീവിയോട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഉടനെ ഖദീജ ബീവി ആ മതത്തിലേക്ക് പ്രവാചകന്റെ കൂടെ വിശ്വസിച്ചിട്ട് അള്ളാഹുവിലെ വിശ്വാസങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആ മതത്തിലേക്ക് കടന്നു വരികയാണ്. അതിനിടയ്ക്കാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും സഫാ കുന്നിൻ്റെ മറവിലേക്ക് പ്രവാചകനെ വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം തൻ്റെ മടമ്പ് കൊണ്ട് മണ്ണിലടിക്കുകയും അവിടെ നിന്ന് വെള്ളം ഉറവെടുക്കുന്നുണ്ട്. ഉടനെ ആ വെള്ളത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വുളൂ എടുക്കാൻ വേണ്ടിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നു. ശേഷം അവിടെ നിന്ന് 2 റക്അത്ത് അവർ നിസ്കരിക്കുകയാണ്. നിസ്കാരം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മനോഹരമായ രംഗമാണ് ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. വുളൂ എടുക്കാനും നിസ്കരിക്കാനും ഒക്കെ ജിബ്രീൽ അലൈഹിസ്സലാം വളരെ മനോഹരമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഇമാമായി നിന്നുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെ അവിടെ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കും. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അഥവാ 2 റക്അത്ത് അവിടെ നിസ്കാരം കൽപ്പിച്ചതോടുകൂടെ അക്കാലത്തൊന്നും നിസ്കാരം നിർബന്ധമായിരുന്നില്ല. നമ്മൾ പലപ്പോഴും കേട്ട ചരിത്രങ്ങളിലൊക്കെ കാണാം, ഇസ്രാ മിറാജിന്റെ വേളയിലാണ് നിസ്കാരം നൽകുന്നത്. അത് നിസ്കാരം നിർബന്ധമാക്കുന്ന വേളയായിരുന്നത്. ആദ്യകാലം മുതലേ വഹി ലഭിച്ചതിന് ഉടനെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിസ്കാരത്തെ പറ്റി പഠിപ്പിച്ചു കൊടുത്തിരുന്നു, നിസ്കാരം നൽകിയിരുന്നു. രാത്രി 2 റക്അത്ത് പലപ്പോഴായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുമായിരുന്നു. മാത്രമല്ല അതിനൊരു പ്രത്യേക സമയമൊന്നും അക്കാലത്ത് ഇല്ലായിരുന്നു. ഇതുപോലെ രാത്രിയൊക്കെയായിരുന്നു പ്രവാചകൻ അധിക സമയത്ത് നിസ്കരിച്ചിരുന്നത്. പിന്നീട് ഈ മിറാജിന്റെ വേളയിൽ ആകാശയാത്രയിലാണ് ഈ 5 വക്ത് നിസ്കാരം അതിന് കൃത്യസമയത്ത് ഭദ്രമാക്കി കൊടുക്കുന്നതൊക്കെ ആ വേളയിലാണ്. അതിനു മുമ്പേ ഇങ്ങനെ നിസ്കാരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്ത ഉടനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ വീട്ടിലേക്ക് വരുന്നു. ഖദീജ ബീവിക്കും ഇതുപോലെ വുളൂ എടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ശേഷം അവർ രണ്ടുപേരും ജമാഅത്തായിട്ട് അവിടെ നിന്ന് വീട്ടിൽ വെച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബീവി ഇങ്ങനെ വീട്ടിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രവാചകരുടെ വളർത്തുപുത്രനായിരുന്ന അബൂ ത്വാലിബിന്റെ ദാരിദ്ര്യം കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മകനായിരുന്ന അലിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നല്ലോ റളിയല്ലാഹു അൻഹു. ആ അലി റളിയല്ലാഹു അൻഹു ഒരു കുഞ്ഞാണെന്ന്, 10 വയസ്സൊക്കെ മാത്രം പ്രായമുള്ളൂ. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബീവിയൊക്കെ ഇങ്ങനെ നിസ്കരിക്കുന്നതാണ്. അലി റളിയല്ലാഹു അൻഹു വളരെ ശ്രദ്ധയോടെ അത് നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് നിസ്കാര ശേഷം ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? ആ സമയത്ത് നിസ്കാര ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹു എന്നെ ഈ പ്രബോധന ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്, ഞാനൊരു പ്രവാചകനാണ്, ഏകനായ ഒരേ ഒരു ദൈവമേ ഈ ലോകത്തുള്ളൂ, മറ്റുള്ളതെല്ലാം തള്ളപ്പെടേണ്ടതാണ്, ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചും അവിടുത്തെ ദൂതനാണ് ഞാനെന്ന് തുടങ്ങിയ എല്ലാവിധ തൗഹീദപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുന്നു. അലി റളിയല്ലാഹു അൻഹു വളരെ അത്ഭുതത്തോടെയാണ് ഇതെല്ലാം കേട്ടിരിക്കുന്നത്. ഇതുവരെ ആരും പറഞ്ഞു കേൾക്കാത്ത വളരെ അപൂർവമായ സംഭവങ്ങളാണ് പ്രവാചകൻ തന്നോട് പറഞ്ഞിരിക്കുന്നത്. ഉടനെ കുഞ്ഞായിരുന്ന അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇങ്ങനൊരു പുതിയ കാര്യമായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഉപ്പയുടെ സമ്മതം വേണം, അല്ലാതെ ഞാൻ ഈ മതത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കില്ല. അങ്ങനെ അന്ന് വീട്ടിലേക്ക് പോകാനിരിക്കുന്ന സമയത്ത് പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിനക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം, പക്ഷേ ഇത് പുറത്താരോടും പറയരുത്, വളരെ രഹസ്യ സ്വഭാവമുള്ളതായിരിക്കണം എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം വളരെ രഹസ്യമായിട്ടായിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്ന പ്രബോധനങ്ങളെല്ലാം. രഹസ്യം എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ അതിലേക്ക് വരാം. പക്ഷേ ഇങ്ങനെ അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ അന്ന് രാത്രി അലി റളിയല്ലാഹു അൻഹുവിന് ഉറക്കം ലഭിക്കുന്നില്ല.
ഇതെല്ലാം ആലോചിച്ച് ആ 10 വയസ്സുള്ള കുഞ്ഞ് വളരെ പക്വതയോടുകൂടി കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ ഏറെ നേരത്തെ ചിന്തകൾക്കൊക്കെ ശേഷം പിറ്റേന്ന് രാവിലെ അലി റളിയല്ലാഹു അൻഹു പ്രഭാതത്തിൽ തന്നെ പ്രവാചകന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് എനിക്ക് ഒരു തവണ കൂടെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം എന്ന് പറയുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചിട്ട് കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു വളരെ സന്തോഷത്തോടു കൂടെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഇസ്ലാമിൽ നിന്ന് ഖദീജ ബീവിക്ക് ശേഷം ആദ്യമായിട്ട് കടന്നു വരുന്നത് കുഞ്ഞായിരുന്ന അലി റളിയല്ലാഹു അൻഹുവാണ്. വെറും 10 മാസമാണ് പ്രായം. ഇങ്ങനെ ദഅവത്ത് തുടങ്ങുന്നത് ആദ്യമേ വീട്ടിൽ നിന്നാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഭാര്യയും വളർത്തിയിരുന്ന കുഞ്ഞായിരുന്ന അലി റളിയല്ലാഹു അൻഹുവാണ് ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ. ഇവര് 3 പേരുമായിരുന്നു ആദ്യകാല മുസ്ലിങ്ങൾ എന്ന് തെളിയിക്കുന്നതിന് അഫീഫ് അൽ കിന്ദി എന്ന് പറയുന്ന ഒരാളുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അഥവാ അദ്ദേഹം ഒരു കച്ചവടക്കാരായിരുന്നു ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന. അദ്ദേഹം ഒരിക്കൽ മക്കയിലേക്ക് ഇതുപോലെ കച്ചവടം ചെയ്യാൻ വരികയാണ്. അങ്ങനെ കച്ചവടത്തിനെത്തി അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ അടുത്തേക്കാണ്, അബ്ദുൽ മുത്തലിബിന്റെ മറ്റൊരു മകനായിരുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്കാണ് അദ്ദേഹം എത്തുന്നത്. അങ്ങനെ കച്ചവട ശേഷം ഇവരിങ്ങനെ കഅബയുടെ അടുത്ത് സംസാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് ഒരാൾ വരുന്നു. അദ്ദേഹം കഅബയുടെ അടുത്ത് എന്തോ ചില ആജ്ഞകൾ കാണിക്കുന്നുണ്ട്. തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ ഒരു വലതു ഭാഗത്ത് ഒരു സ്ത്രീ വന്നു നിൽക്കുന്നു. ശേഷം ഒരു കുട്ടിയും വന്നു നിൽക്കുന്നു. ഉടനെ അവരുള്ള ആളുകളോട് ഈ അഫീഫ് അൽ കിന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം വിദേശിയാണ്, ഇദ്ദേഹത്തെ ഒന്നും പരിചയമില്ല ആളുകളെയൊന്നും. ആ സമയത്ത് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, അത് അബ്ദുള്ളാന്റെ മകൻ മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയായ ഖദീജ ബിൻത് ഖുവൈലിദ്, കൂടെയുള്ള ആ കുഞ്ഞ് അദ്ദേഹത്തിന്റെ വളർത്തുന്ന അലി ഇബ്നു അബീ ത്വാലിബുമാണ് എന്ന് പറഞ്ഞിട്ട് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ബന്ധുവാണ്, എൻ്റെ സഹോദരനാണ് ആ നിൽക്കുന്ന അലി എന്ന തരത്തിലൊക്കെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു സംഭവത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ആദ്യകാലത്ത് വിശ്വസിച്ചിരുന്ന ആളുകൾ ഈ 3 പേരാണ് എന്നുള്ളതാണ്. ഈ 3 ആളുകൾക്ക് ശേഷം പിന്നീട് ആ മതത്തിലേക്ക് കടന്നു വരുന്ന മഹാനായ മനുഷ്യൻ എന്നുള്ളത് പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. വളരെ മനോഹരമായ ചരിത്രം. കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട ആള് അവിടുത്തെ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു സമയത്തോളം അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള എന്നുള്ളത് തന്നെ, അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ എന്നുള്ളതാണ് പേര്. അബൂബക്കർ ബിൻ അബി ഖുഹാഫ്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഉസ്മാൻ എന്നായിരുന്നു ശരിക്കുള്ള പേര്. അബൂ ഖുഹാഫ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മക്കയിലെ വളരെ സമ്പന്നനായിരുന്നു, വളരെ വലിയ കച്ചവടക്കാരനും ബിസിനസ്സുകാരൊക്കെ ആയിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആദ്യമായിട്ട് വരുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് അബൂബക്കർ തങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം വളരെ വലിയ കവിയായിരുന്നു. മാത്രമല്ല ജീനോളജിക്ക് അറിയുന്ന, വംശാവലിയുടെ ചരിത്രങ്ങൾ പറയുന്ന, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ ഓരോ ഗോത്രങ്ങളിലേക്ക് പോകുമ്പോഴും അവിടുത്തെ ഗോത്രങ്ങളുടെ പരമ്പര മുഴുവൻ പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്ന അബൂബക്കർ തങ്ങളാണ്. അങ്ങനെ മക്കയിലെ എല്ലാ വംശാവലിയും അറിയുന്ന വളരെ നല്ല പണ്ഡിതനായ നല്ല കവിയായിട്ടുള്ള ഒരാളായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ പോലും ആ ജാഹിലിയത്തിന്റെ കെട്ടകാലങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ ഒന്നും പ്രവേശിക്കാത്ത തരത്തിലേക്ക്, അഥവാ അദ്ദേഹം ഒരിക്കലും മദ്യപിച്ചിട്ടില്ലായിരുന്നു. മാത്രമല്ല ഈ ബിംബങ്ങളെ ആരാധിക്കുമായിരുന്നില്ല, ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന, അങ്ങനെ നല്ല സ്വൽസ്വഭാവിയായിട്ട് ആ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അതൊട്ടും അപരിചിതമായിരുന്നില്ല. മറിച്ച് പ്രവാചകനെയും അവിടുത്തെ മതത്തെയൊക്കെ അബൂബക്കർ തങ്ങൾ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയായിരുന്നു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒട്ടും ചിന്തിക്കാൻ പോലും നിൽക്കാതെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹദീസിൽ മദീനയിൽ വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവുമായിട്ടൊക്കെ ചില പ്രശ്നങ്ങൾ അബൂബക്കർ തങ്ങൾക്ക് മാനസികമായ ചില പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പറയുന്നുണ്ട്, ഇതിനെ ആരും വിശ്വസിക്കാത്ത കാലത്ത് പോലും ഒന്നും ചിന്തിക്കാതെ എൻ്റെ അടുത്തേക്ക് വന്ന ആളാണ് അബൂബക്കർ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ വിശാലത ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ഒന്നും ചിന്തിക്കാൻ പോലും നിൽക്കാതെ ഇസ്ലാമിലേക്ക് വന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഖുർആനിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിക്കുന്നിടത്തൊക്കെ അള്ളാഹു പറയുന്നത് സ്വാഹിബ്, അവിടുത്തെ ഉറ്റമിത്രമായിട്ടാണ് അബൂബക്കർ തങ്ങളെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമായിട്ട് ചേർത്ത് പിടിക്കുന്നത്. ഹിജ്റയുടെ വേളയിലൊക്കെ മനോഹരമായ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹിജ്റ പോകുന്നതും അവിടുത്തെ മനോഹരമായ സംഭവങ്ങൾ ഒരുപാട്, നമ്മൾ തന്നെ ഒരുപാട് കഥകൾ ഇവിടെ നേരത്തെ പറഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹിജ്റയുടെ വേളയിൽ ഇനിയും അവിടുത്തെ മനോഹരമായ ബന്ധത്തിൻ്റെയും ജീവിതത്തിലുടനീളം മക്കയിലും മദീനയിലൊക്കെ മനോഹരമായ ബന്ധത്തിൽ ഒരുപാട് കഥകൾ നമുക്ക് പറയാനുണ്ട്. അങ്ങനെ അബൂബക്കർ തങ്ങൾ കൂടെ ആ മതത്തിലേക്ക് വരികയാണ്. അബൂബക്കർ തങ്ങൾക്ക് ശേഷം പിന്നീട് വരുന്നത് അവിടുത്തെ വളർത്തുപുത്രനായിരുന്ന സെയ്ദ് ഇബ്നു ഹാരിസയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അവിടെ വീട്ടിലുണ്ടായിരുന്ന ഖദീജ ബീവിയുടെ അടിമയായിരുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനമായി നൽകി. അവിടുത്തെ പിതാക്കൾ അവിടുന്ന് വരുന്ന സംഭവങ്ങളൊക്കെ മനോഹരമായത് നമ്മൾ നേരത്തെ പറഞ്ഞ് അപ്ലോഡ് ചെയ്തതാണ്. അങ്ങനെ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നു. ശേഷം അവിടുത്തെ മക്കളായിരുന്ന സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം അവരൊക്കെ പ്രവാചകന്റെ മക്കൾ ആദ്യമായിട്ട് പിന്നീട് ഇസ്ലാമിലേക്ക് വരികയാണ്.
അങ്ങനെ ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ, മക്കള്, അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട അബൂബക്കർ തങ്ങൾ, അല്ല അവിടുത്തെ വീട്ടിലുണ്ടായിരുന്ന അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആ വീടും ആ പരിസരവും കൂടെയുള്ള ആളുകളുമാണ് പ്രവാചകനെ ആദ്യമായിട്ട് വിശ്വസിക്കുന്നത്. ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബൂബക്കർ തങ്ങൾ വഴി കുറച്ച് ആളുകൾ ഇസ്ലാമിലേക്ക് എത്തുകയാണ്. ഏറ്റവും പ്രമുഖരായ സ്വഹാബാക്കൾ, അതിൽ ഏറ്റവും നമ്മൾ എടുത്തുദ്ധരിക്കേണ്ടത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. കാരണം മക്കയിലെ വളരെ സമ്പന്നനായ മനുഷ്യൻ, കച്ചവടക്കാരനായിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ചരിത്രം ഇങ്ങനെയാണ്. അഥവാ അദ്ദേഹം ഒരു കച്ചവടം കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഒരു രാത്രിയിൽ മരുഭൂമിയിൽ ടെന്റ് കെട്ടിയിട്ട് ഇങ്ങനെ താമസിക്കുമ്പോഴാണ് ഒരു അശരീരി കേൾക്കുന്നത്, മക്കയിൽ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അശരീരി കേൾക്കുകയാണ്. ഉടനെ അദ്ദേഹം അടുത്ത ദിവസം നാട്ടിലെത്തി ആദ്യമായിട്ട് അന്വേഷിക്കുന്ന അവിടുത്തെ ഉറ്റ കൂട്ടുകാരനായിരുന്ന അബൂബക്കർ തങ്ങളോടാണ്. അബൂബക്കർ തങ്ങൾ ചോദിച്ചപ്പോൾ ആദ്യമേ വിശ്വസിച്ചിരുന്ന അബൂബക്കർ തങ്ങൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ മതത്തെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഉടനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും ആ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് വരുന്നത് സുബൈർ ഇബ്നു അവ്വാം, അതുപോലെ തന്നെ അബൂദറുൽ ഗിഫാരി, ഗിഫാർ ഗോത്രത്തിന്റെ തലവനായിരുന്നു അദ്ദേഹം ഇങ്ങനെയുള്ള ദുഷിച്ച കർമ്മങ്ങളിലൊക്കെ അദ്ദേഹത്തിന് മനം മടുത്തിട്ട്, ഇതുപോലെയുള്ള മദ്യം അതുപോലെ ബിംബാരാധനകളിലൊക്കെ മനം മടുത്ത് അദ്ദേഹം തൻ്റെ ഗോത്രവും അതിൻ്റെ ഉന്നത പട്ടങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് ഈ ഇസ്ലാമിൻ്റെ ശാശ്വതമായ തീരത്തേക്ക് നടന്നു വരുന്നത്. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും അദ്ദേഹം ഭക്ഷണം പോലും കഴിക്കാതെ സംസം വെള്ളവും മാത്രം കുടിച്ചിട്ട് അദ്ദേഹം കഅബക്ക് സമീപം ഇങ്ങനെ കഴിഞ്ഞുകൂടുകയും അങ്ങനെ അബൂബക്കർ തങ്ങളെ കാണുകയും ഇങ്ങനെ ഒരു മതത്തിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കുകയാണ്, ഇത്രയും കാലം ഞാൻ അന്വേഷിക്കുന്ന സത്യം ഇത് തന്നെയല്ലേ. അങ്ങനെ ആദ്യകാലത്ത് തന്നെ ഈ അബൂദറുൽ ഗിഫാരി തങ്ങൾ വരുന്നു. ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലേക്ക് തന്നെ അദ്ദേഹത്തെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ആദ്യകാല മുസ്ലിം ആയിരുന്ന അദ്ദേഹമായിരുന്നു അബൂദറുൽ ഗിഫാരി. വളരെ സമ്പന്നനായിരുന്നു, ഗിഫാർ ഗോത്രത്തിൻ്റെ തലവനായിരുന്നു. അങ്ങനെ പിന്നീട് വരുന്നത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന് ഒരു സ്വപ്നം മുഖേനയാണ് അദ്ദേഹം വരുന്നത്. ഒരു രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഒരു ഇരുളറിഞ്ഞ ദിവസം അവിടെ ഒരു പ്രകാശം കാണുന്നു. ഒരു 3 ആളുകളെ അദ്ദേഹം സ്വപ്നത്തിൽ കാണുകയാണ് ഇരുട്ടിൽ. ഒന്ന് അബൂബക്കർ തങ്ങളും, മറ്റൊന്ന് ഖദീജ ബിവിയും, മറ്റൊന്ന് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെ ഇവരുടെ അടുത്തുകൊണ്ട് അബൂബക്കർ തങ്ങളുടെ അടുത്ത് ചെന്നുകൊണ്ട് ഈ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കറിയുകയാണ്. അങ്ങനെ അദ്ദേഹവും ഇസ്ലാമിൻ്റെ ശാശ്വതമായ തീരത്തേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. ഈ പ്രാകൃതമായി ഇത്രയും കാലം തങ്ങൾ വിശ്വസിച്ചിരുന്ന ദൈവത്തെയും മതങ്ങളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു മതത്തിലേക്ക് ചേർന്ന ഈ സഅദ് ബിൻ അബീ വഖാസിന് അവിടുത്തെ ഉമ്മക്ക് വളരെ ദേഷ്യമായി. ഉമ്മക്ക് ഒരിക്കലും ഇഷ്ടമായില്ല. ഉമ്മ എന്ത് ചെയ്തു? നിരാഹാരം കിടക്കാൻ തുടങ്ങി. അഥവാ ഭക്ഷണം കഴിക്കില്ല, ഇനി നീ ഞങ്ങളുടെ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് വരെ ഞാൻ ഒരിറ്റു വെള്ളം പോലും കുടിക്കില്ല എന്ന് ആ ഉമ്മ ശപഥം ചെയ്യുകയാണ്. വളരെ വിഷമായി, കാരണം ഉമ്മയെ അത്രയും സ്നേഹിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ഉമ്മ വളരെ ആവശ്യമായി അവരുടെ ജീവിതത്തിൽ നിന്നിങ്ങനെ വിട പറയുമെന്ന് തോന്നിയ അവസരത്തിൽ അത് അവർ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഉമ്മയോട് പറയുന്നു, ഉമ്മ എനിക്ക് അതിയായ ഇഷ്ടമാണ് നിങ്ങളോട്, പക്ഷേ അതിനേക്കാൾ ഞാൻ അള്ളാഹുവിനെയും അവിടുത്തെ പ്രവാചകനെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മാവ് വേർപെട്ടു പോയാലും ഞാൻ ആ മതത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല എന്ന ഉറച്ച വാക്കുകൾ അദ്ദേഹം ഉമ്മയോട് പറയുകയാണ്. ഉടനെ ഉമ്മ ഒരിക്കലും ഇതിൽ നിന്ന് ഇനി മകൻ പിന്മാറില്ല എന്ന് മനസ്സിലായതോടുകൂടെ ഉമ്മയും അതിൽ നിന്ന് പിന്മാറി ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. അങ്ങനെ അത്രത്തോളം അചഞ്ചലമായ വിശ്വാസമാണ് ആദ്യകാലത്ത് തന്നെ ഈ സ്വഹാബത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നത്. പിന്നീട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. വളരെ സമ്പന്നനായിരുന്നു. അഥവാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അദ്ദേഹം മദീനയിലേക്ക് വരുന്ന അവസരമൊക്കെ ഉണ്ട്. അഥവാ വളരെ സമ്പന്നനായിരുന്ന മനുഷ്യന് എല്ലാ സമ്പത്തും അവിടെ ഇട്ടിട്ടാണ് തിരിച്ച് മദീനയിലേക്ക് ഹിജറ പോകാൻ വേണ്ടിയിട്ട് വരുന്നത്. ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ സ്വീകരിച്ചിരുത്തുന്നുണ്ട്. മാത്രമല്ല മദീനയിലെ വളരെ സമ്പന്നനായ ഒരു മനുഷ്യനെയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ സഹോദരനായി കൊടുക്കുന്നത്. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനാണ് മദീനയിൽ ഏറ്റവും വലിയ സമ്പന്നൻ, നിങ്ങളായിരുന്നു മക്കയിൽ ഏറ്റവും വലിയ സമ്പന്നൻ, അതുകൊണ്ട് എൻ്റെ ഒരു തോട്ടം നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് അതിൽ കച്ചവടം ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഭാര്യയും നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, എനിക്കൊന്നും വേണ്ട, നിങ്ങളുടെ ഈ സ്നേഹം മാത്രം മതി, എനിക്ക് നിങ്ങൾ ഇവിടുത്തെ കച്ചവട മാർക്കറ്റ് എവിടെയാണെന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി. അങ്ങനെ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഈ സ്വഹാബി എന്ത് ചെയ്യുന്നു? മദീനയിലെ കച്ചവട ചന്ത കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഭക്ഷണം, അത് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഭക്ഷണം എന്തായിരുന്നു അദ്ദേഹം ആ കച്ചവട മാർക്കറ്റിൽ വിൽക്കുന്നു. ശേഷം അതുകൊണ്ട് അടുത്ത കച്ചവടം തുടങ്ങുന്നു. അങ്ങനെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ട് ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മാറുന്ന മനോഹരമായ ചരിത്രമൊക്കെ നമുക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ചരിത്രമാകുമ്പോൾ കാണാൻ സാധിക്കും. ഇങ്ങനെ വളരെ സമ്പന്നരായ ഒരുപാട് പേരും ഈ ആദ്യകാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ല ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്.
ഇവരൊക്കെ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടവർ സഹാബിമാരിൽപ്പെടുന്ന വളരെ പ്രമുഖരായ ആളുകളാണ്. ആദ്യകാലത്ത് 10 ആളുകൾക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് തന്നെ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നുണ്ടല്ലോ. അവരിൽപ്പെട്ട ആളുകളാണ് ഇതെല്ലാം. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഈ ഇസ്ലാമിലേക്ക് വരുന്നത് നടക്കുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഒരു കുഞ്ഞായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ തങ്ങളും ഒരിക്കൽ ഒരു വഴിയിലൂടെ ഇങ്ങനെ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരുപാട് ദാഹിക്കുന്നുണ്ട്. അവർക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതാവുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ആടിനെ മേയ്ക്കുന്ന ഒരു ബാലനെ ഇവർ കാണുന്നത്. അഥവാ ഉഖബത്തിന്റെ ആടിനെ മേയ്ക്കുന്ന ജോലിയായിരുന്നു അന്ന് കുഞ്ഞായിരുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്. ഉടനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ആടിനെ കറന്നിട്ട് കുറച്ച് പാല് ഞങ്ങൾക്ക് തരുമോ? ആ സമയത്ത് ആ കുട്ടി പറയുന്ന മറുപടി പ്രവാചകനെയും അതേസമയം അബൂബക്കർ തങ്ങളെയും അത്ഭുതപ്പെടുത്തി കളയുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന് കുട്ടി അവരോട് പറയാണ്, ഞാൻ വിശ്വസ്തനായ ഒരു വേലക്കാരനാണ്, ജോലിക്കാരനാണ്. എൻ്റെ യജമാനൻ നിങ്ങൾക്ക് പാല് തന്നു കഴിഞ്ഞാൽ അത് അറിയൊന്നുമില്ല, പക്ഷേ അത് ഞാൻ അദ്ദേഹത്തെ ചെയ്യുന്നൊരു വിശ്വാസ വഞ്ചനയാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്. ഉടനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു. പ്രവാചകൻ പറയുന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ കറവ ഇല്ലാത്ത ഒരു ആടിനെ കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നു? കറവ പറ്റിയ ഒരാടിനെ പ്രവാചകന്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്നു. പ്രവാചകൻ അതിൻ്റെ അകിടിലൊന്ന് തടവിയതോടുകൂടെ അതിൻ്റെ അകിടിൽ വീണ്ടും പാല് നിറയുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ അത്ഭുതത്തോടെ ഈ കാഴ്ച കണ്ടു നിൽക്കുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹലീമ ബീവിയുടെ വീട്ടിലുള്ള മനോഹരമായ ചരിത്രമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് അത്ഭുതത്തോടെ കണ്ടു നിൽക്കുകയാണ്. ശേഷം എന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഈ കാണിച്ച അത്ഭുത വിദ്യ, എനിക്ക് കൂടെ അത് പഠിപ്പിച്ചു തരുമെന്ന്. ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ പറ്റിയും അവിടുത്തെ സന്ദേശങ്ങളെ പറ്റിയും ഞാൻ അവിടുത്തെ പ്രവാചകനാണ് എന്നൊക്കെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് എന്ത് ചെയ്യുന്നു? വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു മന്ത്രം എന്താണ്, അത് എനിക്കൂടെ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ നല്ലൊരു അറിവുള്ള കുട്ടിയായിട്ട് മാറും എന്ന് പറയുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ആദ്യകാല പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിട്ട്, ഖുർആൻ അറിയുന്ന, നിയമങ്ങൾ അറിയുന്ന, ഇസ്ലാമിലെ ഏറ്റവും തലമുതിർന്ന പണ്ഡിതനായിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മാറുന്ന കാഴ്ചയാണ് പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ തങ്ങളും ഇങ്ങനെ കഅബയുടെ സമീപത്തേക്ക് വരുമ്പോൾ അവിടെ നിന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. പ്രവാചകൻ അത്രയും മനോഹരമായ ഖുർആൻ പാരായണം കേട്ടിട്ട് അവിടെ ഇരുന്ന് പോകുന്നുണ്ട്. ഒരുപാട് നേരം ആ നിസ്കാരത്തിൽ ഇബ്നു മസ്ഊദ് തങ്ങൾ ഇങ്ങനെ ഓതുന്ന ഖുർആൻ പാരായണം കേൾക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇബ്നു മസ്ഊദ് തങ്ങളെ വിളിച്ചിട്ട് ഖുർആൻ ഓതാൻ പറയുന്ന, എനിക്ക് ഓതിത്തരാൻ പറയുന്ന ഒരുപാട് ചരിത്രവും സംഭവങ്ങളൊക്കെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഇതുപോലെയായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നീട് ഇബ്നു മസ്ഊദ് തങ്ങൾ ഇതുപോലെ വരുന്നു. ഒരു ദിവസം അബൂബക്കർ തങ്ങളുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, ഒരു ദിവസം അബൂബക്കർ തങ്ങൾ മദീനയിൽ ഇരിക്കുമ്പോൾ ഒരു മക്ക കാരവൻ എന്ത് ചെയ്യുന്നുണ്ട്? മക്കയിലേക്ക് പോകുന്നുണ്ട്. അവർ ഉംറയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? മക്കയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് മദീനയിൽ നിന്നുകൊണ്ട് അബൂബക്കർ തങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഖുർആനിൽ ഒരുപാട് സൂറത്തുകളെ പറ്റിയിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്. അവരെല്ലാ ചോദിച്ച ചോദ്യത്തിനും വളരെ മനോഹരമായിട്ട് മറുപടി പറയുന്നു. അബൂബക്കർ തങ്ങൾ അത്ഭുതത്തോടെ പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ഇബ്നു മസ്ഊദ് ഉണ്ടോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ആരും പഠിപ്പിച്ചു തരില്ല. അദ്ദേഹമാണ് ഏറ്റവും വലിയ ഈ ഖുർആനും വിഷയമൊക്കെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അവർ മറുപടി പറയുന്നു, അതെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ നാട്ടിലുണ്ടെന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത്രയും അദ്ദേഹം പിന്നീട് വലിയ പണ്ഡിതനായിട്ട് മാറുന്ന ചരിത്രമാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഈ നമ്മൾ വളരെ രഹസ്യമായിട്ട് നടന്ന ഈ പ്രബോധന കാലം എന്ന് സൂചിപ്പിച്ചത് അതൊരു ഏകദേശം 3 വർഷക്കാലമായിരുന്നു. രഹസ്യം എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു പബ്ലിക്കായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം. കാരണം രഹസ്യമല്ല എന്ന് പറയുന്നതോട് കൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും അവിടുത്തെ ബന്ധുക്കളോട്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചു കാലം വഹിയൊക്കെ ഇറങ്ങിയതിന് ശേഷം വീട്ടിൽ തന്നെ തനിച്ചിരിക്കുകയാണല്ലോ. ആ സമയത്ത് പ്രവാചകനെ കാണാൻ വരുന്ന അവിടുത്തെ അമ്മായിമാരോട്, അങ്ങനെ അവരോടൊക്കെ പ്രവാചകൻ പറയുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രഹസ്യമാക്കി കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞാൽ മക്കയിലെ ഏകദേശം ആളുകൾക്കൊക്കെ അറിയാമായിരുന്നു. കാരണം ഓരോരുത്തരോടും പറയുന്നു, അവർ അടുത്ത ആളുകളോടൊക്കെ പറയുന്നതോടെ മക്കയിലെ ഏകദേശം ആളുകൾക്കൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഈ മതത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. പക്ഷേ അവരാരും ആ സമയത്ത് പ്രവാചകനെ എതിർക്കുന്നില്ല. കാരണം പ്രവാചകൻ അവിടുത്തെ സ്വന്തം ആളുകളോട് മാത്രമാണ് സംസാരിക്കുന്നത്. ശത്രുക്കൾക്ക് ഇത് അറിയാമായിരുന്നെങ്കിലും ആരും പ്രവാചകനെ എതിർക്കുന്നില്ല. കാരണം പുറം നാടുകളിലുള്ള ആളുകൾക്ക് പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നടത്തുന്ന സന്ദേശങ്ങൾ എത്തിയിരുന്നു എന്ന് അക്കാലത്ത്
നിന്ന് തന്നെ ചരിത്രങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. കാരണം മക്കയിൽ ഒരുപാട് ആളുകൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അറേബ്യയുടെ ഒരു ഹബ്ബാണത്. എല്ലാ വർഷവും ആളുകൾ തുവാഫിന് ചെയ്യാൻ വേണ്ടിയിട്ടും കഅബയുടെ അടുത്തേക്ക് അറേബ്യയിലുടനീളം ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ പുറം നാടുകളിലേക്ക് എത്തുമായിരുന്നു. അങ്ങനെയാണ് ഒരിക്കൽ യമനിൽ നിന്ന് ഒരു മനുഷ്യൻ ഇവിടേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇവരുടെ കൂടെ ആരാണുള്ളത് എന്നൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മതത്തെ പറ്റിയൊക്കെ ചോദിച്ചറിയുമ്പോൾ ഇവരുടെ കൂടെ ഒരു സ്വതന്ത്രനായ ആളും ഒരു അടിമയും ഉണ്ട്. അഥവാ കാരണം അക്കാലത്ത് പറയുന്നത് അബൂബക്കർ തങ്ങളും ബിലാൽ റളിയല്ലാഹു അൻഹു ഒക്കെ വിശ്വസിച്ച കാലമാണ്. അങ്ങനെയാണ് അവരുടെയൊക്കെ കൂടെയുണ്ട്. ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് മനുഷ്യൻ വന്നുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് പറയുന്നത്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകൂ. ഒരു സന്തോഷ വാർത്ത, ഒരു വിജയ വാർത്ത നിങ്ങളെ തേടി എത്തുമ്പോൾ മാത്രം നിങ്ങൾ ഇവിടേക്ക് വന്നാൽ മതി എന്നാണ്. അതിനർത്ഥം പല നാടുകളിലേക്കും ആ സന്ദേശം എത്തിയിരുന്നു എന്നുള്ളതാണ്. വളരെ രഹസ്യം എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് പരസ്യമായിട്ട് ഇത് പറഞ്ഞിരുന്നില്ല എന്ന് മാത്രം. പ്രവാചകൻ അടുത്ത ആളുകളോടൊക്കെ പറയുകയായി അത് പല നാടുകളിലേക്കും എത്തിയിരുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഹിജ്റയുടെ വേളയിൽ ഈ മദീനയുടെ സമയത്ത് ഈ യമനിൽ നിന്ന് വന്ന മനുഷ്യൻ വീണ്ടും പ്രവാചകന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ അറിയുമോ? ആ സമയത്ത് പ്രവാചകൻ പറയുന്നു, അതെ, നിങ്ങൾ അന്ന് വന്ന യമനിൽ നിന്നുള്ള മനുഷ്യനല്ലേ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ബുദ്ധി ശക്തി കൂടെ നമ്മൾ പോലെ ആലോചിക്കണം. കാരണം 10-15 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട മനുഷ്യനെ വീണ്ടും തിരിച്ചറിയാണ്. അങ്ങനെ അയാൾ ഇസ്ലാമിൽ വിശ്വസിച്ചിട്ട് അന്ന് പിന്നെ മദീനയിൽ താമസമാക്കുന്ന മനോഹരമായ ചരിത്രമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്ന അലി റളിയല്ലാഹു അൻഹുവും അബൂബക്കർ തങ്ങളൊക്കെ മാത്രം വിശ്വസിച്ചിരിക്കുന്ന സമയത്തും പ്രവാചകന് ഉറപ്പുണ്ടായിരുന്നു ഈ മതം വിജയിക്കും, ഈ മതം ആളുകളിലേക്ക് എത്തും എന്ന് ഉറച്ച വിശ്വാസം പ്രവാചകൻ ഉണ്ടായിരുന്നു. അള്ളാഹു തആലയുടെ കൽപ്പനയും അവിടുത്തെ വചഞ്ചലമായ വിശ്വാസമൊക്കെ കാരണമാണ് ആ മനുഷ്യനോട് പ്രവാചകൻ പറയുന്നത് എന്താ, ഒരു കാലത്ത് ഇത് വിജയിക്കും, ആ സമയത്ത് നിങ്ങൾ വന്നാൽ മതിയെന്ന്. മനോഹരമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സംഭവങ്ങളൊക്കെ നമ്മൾ ആ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അതുപോലെ ആ കാലയളവിൽ 40-50 ആളുകളാണ്. ചില ഗ്രന്ഥങ്ങൾക്ക് 40 എന്ന് കാണാം, ചില ഗ്രന്ഥങ്ങളിൽ 50 എന്ന് കാണാം. അത്രയും ആളുകളാണ് ആ സമയത്ത് വളരെ രഹസ്യമായിട്ട് പ്രവാചകൻ നടത്തുന്ന ആ സന്ദേശത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ സമയത്ത് സമ്പന്നരായ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഏറ്റവും കൂടുതൽ ഈമാൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത്. അബൂബക്കർ തങ്ങൾ, ഉസ്മാൻ തങ്ങളൊക്കെ പറയുന്നത്, അബൂദർ ഖിഫാരി തങ്ങളൊക്കെ പറയുന്നത് അവർക്ക് വളരെ വലിയ സമ്പത്തുണ്ട്, വളരെ വലിയ കുടുംബമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതെല്ലാം അവർ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഉപേക്ഷിച്ചിട്ട് പുതിയൊരു മതത്തിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രബോധനം തുടങ്ങിയ കാലത്ത് വന്ന ഒരുപാട് ആളുകൾ ഇതുപോലത്തെ അടിമകളായ മനുഷ്യർ, പാവപ്പെട്ട ആളുകളൊക്കെയാണ് പ്രവാചകനിൽ വിശ്വസിക്കുന്നത്. കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പുതിയൊരു നല്ല കാര്യം കാണുമ്പോൾ അവരതിലേക്ക് വരിക. നിങ്ങൾ ഇത്ര ആലോചിച്ച് നോക്കിയാൽ മതി. ഇന്നത്തെ കാലത്ത് ഒരാൾ വന്നുകൊണ്ട് ഇങ്ങനെ ഒരു നമ്മളുടെ ഒരു ആർക്കും പരിചയമില്ലാത്തൊരു മതത്തെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ എത്ര ആളുകൾ അയാൾ വിശ്വസിക്കും? അങ്ങനെയുള്ളൊരു സമയത്താണ്, ഇതുപോലെ ഒരുപാട് മതങ്ങളൊക്കെ ഉള്ള സമയത്ത് തന്നെയാണ് പ്രവാചകൻ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പറയുമ്പോൾ അതിൽ വിശ്വസിക്കുന്ന വളരെ കുറഞ്ഞ ആളുകൾ. അവരുടെ അചഞ്ചലമായ വിശ്വാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സ്വഹാബത്തിന് എന്തുകൊണ്ടാണ് ഇത്രത്തോളം സ്ഥാനം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകുമ്പോഴുള്ള ഒരു മറുപടി അതാ, അവർക്ക് മുൻപുണ്ടായിരുന്ന ആരുമില്ല. നമ്മൾ മുൻപുണ്ടായിരുന്ന പ്രപിതാക്കളുടെ ചരിത്രങ്ങളൊന്നും അവർ കേൾക്കാനില്ല. പുതിയൊരു മതത്തിലേക്ക് അവരെല്ലാം വിട്ടെറിഞ്ഞിട്ട് വരുന്ന ഒരു മനോഹരമായ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആദ്യകാലത്ത് ഇത് വളരെ രഹസ്യ സ്വഭാവത്തോടെ കൈമാറി എന്ന ഒരു ചോദ്യത്തിന് അവിടെ ഉത്തരമുണ്ട്. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലത്ത് തന്നെ പരസ്യമായി കഴിഞ്ഞാൽ, ആദ്യകാലത്ത് തന്നെ നമ്മൾ പിന്നീട് ചരിത്രത്തിൽ കാണുന്ന പോലെ ശത്രുക്കൾ, അക്രമമൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടെ വന്ന ആളുകൾക്ക് അതൊരു പ്രശ്നം ഉണ്ടാക്കും എന്നൊരു കാരണം കൊണ്ടായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ രഹസ്യമായിട്ട് ഇതിൻ്റെ സന്ദേശങ്ങൾ കൈമാറാൻ പറഞ്ഞത്. പിന്നീടാണ് അത് പബ്ലിക്കിലേക്ക് ആക്കുമ്പോൾ തന്നെ ഒരുപാട് ആക്രമണങ്ങളൊക്കെ പ്രവാചകനും സ്വഹാബത്തൊക്കെ ഏറ്റുവാങ്ങുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് വളരെ രഹസ്യമായിട്ട് ആ ദഅവത്ത് കൈമാറാൻ വേണ്ടിയിട്ട് ആദ്യകാലത്ത് അള്ളാഹു കൽപ്പിച്ചിട്ടിരിക്കുക. മാത്രമല്ല ആ ഒരു 3 വർഷക്കാലം രഹസ്യ സ്വഭാവത്തോടു കൂടെ തന്നെ ആദ്യം വന്ന ആളുകൾക്ക് അവരുടെ വിശ്വാസം ദൃഢമായിട്ട് മനസ്സിൽ ഉറക്കാനുള്ളൊരു സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഫൗണ്ടേഷൻ വളരെ കൃത്യമായിട്ട്, ബേസ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, അവർക്ക് വളരെ വിശ്വാസം അവരുടെ മനസ്സിൽ ഉറപ്പിക്കുക എന്നൊക്കെ ഈ ഒരു കുറഞ്ഞ കാലം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരിക്കാം എന്നൊക്കെ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഈ രഹസ്യ സ്വഭാവം വിട്ടിട്ട് മതം അതിൻ്റെ പരസ്യമായ
അതിർവരമ്പുകളിലേക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ സ്വഹാബത്തൊക്കെ എത്തുന്നുണ്ട്. കാരണം 10 വർഷക്കാലമാണ് പിന്നീട് ഈ ഒരു പരസ്യമായ പ്രബോധനം നടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ അള്ളാഹു പ്രവാചകരോട് പറയുന്നുണ്ട്, വാന്തിർ അശ്വറത്തക്കൽ അക്രബിൻ, നിങ്ങളുടെ അടുത്ത കുടുംബക്കാരെ നിങ്ങൾ ഇതിലേക്ക് വിളിക്കുക എന്നുള്ളത്. അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, അള്ളാഹു എന്നോട് പരസ്യമായിട്ട് ഇത് പ്രബോധനം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്, നീ ഒരു ആടിനെ അറക്കണം, മക്കയിലെ ഖുറൈശി പ്രമുഖരെയൊക്കെ വിളിച്ചിട്ട് നമുക്കൊരു സദ്യ നടത്തണം, എൻ്റെ ബന്ധുക്കളെ മുഴുവൻ വിളിച്ചിട്ട് ഒരു സദ്യ നടത്തണം എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്. ഉടനെ അലി റളിയല്ലാഹു അൻഹു ആടിനെ അറക്കുന്നു, വളരെ സദ്യ ഒരുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മക്കയിലെ പ്രമുഖ കുടുംബക്കാരിൽപ്പെട്ട എല്ലാ നേതാക്കളെയും വിളിച്ചു വരുത്തുന്നു. അബൂ ത്വാലിബ്, ഹംസ റളിയല്ലാഹു അൻഹു, അബൂ ലഹബ് തുടങ്ങിയ മക്കയിലെ പ്രമുഖരായ ഖുറൈശി പ്രമുഖരൊക്കെ ആ പ്രവാചകൻ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു വേവലാതിപ്പെടുക. കാരണം അത്രയൊന്നും ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, വളരെ കുറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത്രയും ആളുകൾക്ക് അത് തികയുമെന്ന് അറിയില്ല. പ്രവാചകൻ ഓരോരുത്തരെയും ഭക്ഷിപ്പിക്കുന്നു. ചരിത്രത്തിൽ ഒരുപാട് നമ്മൾ കണ്ട സംഭവമാണത്. ഭക്ഷണം വീണ്ടും ബാക്കിയാവുന്നു, എല്ലാവർക്കും നൽകുന്നു, എല്ലാവരും കഴിച്ചിട്ട് വീണ്ടും ഭക്ഷണം ബാക്കിയാവുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിതത്തുകളിലായിരുന്നു അത്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പറയാനായിരുന്നു പ്രവാചകന്റെ പ്ലാൻ എന്നുള്ളത്. പക്ഷേ അബൂ ലഹബിന് ഒരു സംശയം കൊടുക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ പ്രവാചകൻ ദഅവത്ത് നടത്തുന്ന കാര്യം എല്ലാവർക്കും സുപരിചിതമാണല്ലോ, അതുകൊണ്ട് തങ്ങളെയും ഇതിലേക്ക് ക്ഷണിക്കാനാണോ എന്നൊരു സംശയം അബൂ ലഹബിന് വരികയും ഭക്ഷണശേഷം അദ്ദേഹം ഉടനെ ഇറങ്ങിപ്പോവുക വീട്ടിൽ നിന്ന്. അബൂ ലഹബ് ഇങ്ങനെ ഇറങ്ങിപ്പോയപ്പോൾ സദസ്സ് അലങ്കോലമായി, കൂടെ കുറച്ച് ആളുകളൊക്കെ ഇറങ്ങിപ്പോയി. പിന്നീട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാനൊരു അവസരം ഉണ്ടായില്ല. അന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമുണ്ടായിരുന്നെങ്കിൽ കൂടെ അന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തളരുന്നില്ല. വീണ്ടും ഒരു ദിവസം ഇതുപോലെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അന്നും എല്ലാവരും ഭക്ഷണം കഴിച്ചെന്നിട്ട് അബൂ ലഹബ് ഇതുപോലെ പിരിഞ്ഞു പോകാനിരിക്കുന്ന സമയത്ത് തന്നെ പ്രവാചകൻ എഴുന്നേറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. യാ ബനി അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളെ, ഞാൻ കൊണ്ടുവന്ന ഒന്നിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നും ഇതുവരെ അറേബ്യയിലെ ഒരു യുവാവും കൊണ്ടുവന്നിട്ടില്ല വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടങ്ങുന്നത്. മാത്രമല്ല, ദുനിയാവിലും ആഖിറത്തിലേക്കാളൊക്കെ ഏറ്റവും അഫ്ളലായ ഒരു കാര്യം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദിനെ പറ്റിയും അള്ളാഹുവിനെ പറ്റിയും ഏകദൈവ ആരാധനയെ പറ്റിയൊക്കെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല, മരണാനന്തരം ഒരു ജീവിതം വരാനുണ്ടെന്നും ആഖിറത്തിൽ നമുക്ക് ചെയ്ത അമലുകൾക്കൊക്കെ നമുക്ക് പ്രതിഫലം ലഭിക്കാനുള്ളതിന് ശേഷമാണ് നമ്മുടെ ശാശ്വതമായ ജീവിതം ആരംഭിക്കുന്നതൊക്കെ തുടങ്ങിയിട്ട് എല്ലാവിധ കാര്യങ്ങളും റിസാലത്തിനെ പറ്റി എല്ലാം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർക്ക് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം പറയുന്നുണ്ട്, എൻ്റെ നാഥൻ എന്നെ ഉത്തരവാദിത്തോടെ ഏൽപ്പിച്ചൊരു കാര്യമാണത്. എൻ്റെ കുടുംബക്കാരോട് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ഇത് പറയുകയാണ്, എന്നെ ആരാണ് സഹായിക്കുക എന്ന ചോദ്യത്തോടുകൂടെയാണ് പ്രവാചകൻ ആ സംസാരം അവസാനിപ്പിക്കുന്നത്. അലി അള്ളാഹുവിൻ്റെ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് കാണാം, ആരും ആ സദസ്സിൽ നിന്ന് മിണ്ടുന്നില്ല, എല്ലാവരും നിശബ്ദതയായിട്ട് ഇരിക്കുകയാണ്, ആരും ഒന്നും പറയുന്നില്ല. അലി റളിയല്ലാഹു പറയുന്നുണ്ട്, ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും മുഖത്ത് ഒരു പ്രതീക്ഷ, ഒരു അനുകൂല ഭാവം ഞാൻ കാണുന്നില്ല. പക്ഷേ പ്രമുഖരായ ഒരുപാട് ആളുകൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവരൊന്നും പറയുന്നില്ല. ഈ ഹംസ റളിയല്ലാഹു അൻഹും അബ്ബാസ് റളിയല്ലാഹു അൻഹും തന്നെയും മിണ്ടാതിരിക്കുകയാണ്, വളരെ നിശബ്ദമായിരിക്കുകയാണ്. ഉടനെ കൂട്ടത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറയുന്നുണ്ട്, ഞാൻ അങ്ങയിൽ വിശ്വസിച്ചിരിക്കുന്നു പ്രവാചകനെ. നേരത്തെ വിശ്വസിച്ചതാണെങ്കിൽ കൂടെ ഒന്നുകൂടെ അവർക്കൊരു മോട്ടിവേഷൻ ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അലി റളിയല്ലാഹു അൻഹു പറയുക. ഉടനെ അബൂ ലഹബ് എഴുന്നേറ്റ് പറയുന്നുണ്ട്, എന്താണ് മുഹമ്മദ്, ഈ ചെറിയ കുട്ടിയെ പിന്തുടരാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളോട് നീ കൽപ്പിക്കുന്നത്? മുഹമ്മദ് നമ്മുടെ ദൈവങ്ങളെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, അബൂ ലഹബ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക. ഈ വളരെ അഭിമാന പ്രശ്നമാണ് അവർക്ക് കാര്യമായിട്ടുണ്ടായിരുന്നത്. അക്കാലത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചിരുന്നതും കുടുംബമാണ്. അതുപോലെ പ്രവാചകനെ പലരും എതിർത്തുന്നു ഈ കുടുംബക്കാരൻ. നമ്മൾ അവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമുക്ക് തന്നെ ഇവനെ തടയണം, മറ്റുള്ള ആളുകളിലേക്കൊക്കെ ഈ സന്ദേശമൊക്കെ എത്തുന്നതിന് മുമ്പ് മക്കയിൽ നമ്മുടെ കുറേശ്ശികളൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുഹമ്മദ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, നമുക്ക് തന്നെ ഇവനെ തടയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, അബൂ ലഹബ് ആ സദസ്സ് വിട്ടിട്ട് ഇറങ്ങിപ്പോവാം. സദസ്സ് അതോടുകൂടെ പിരിയുന്നു. വീണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ വിഷമം ഉണ്ടാകുന്നുണ്ട്. കാരണം പ്രവാചകൻ സ്വീകരിക്കും, വിശ്വസിക്കുമെന്ന് വിചാരിച്ച തൻ്റെ ഉറ്റ പ്രിയപ്പെട്ട ആളുകൾ പോലും എന്ത് ചെയ്യുന്നു, പ്രവാചകനെ ഇത്തരത്തിൽ വളരെ വിശദമായിട്ട് വിമർശിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടമാകുന്നുണ്ട്. ദിവസങ്ങൾക്ക് ശേഷം വളരെ പബ്ലിക്കായിട്ട് എന്ത് ചെയ്യുന്നു, പ്രവാചകൻ അത് പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക.
സഫാ കുന്നിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ഒരു ദിവസം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക നിവാസികൾ മുഴുവനും വിളിച്ചു വരുത്തുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഒരു നോട്ടീസ് ബോർഡ് പോലെ അല്ലെങ്കിൽ ഒരു എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ട എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു ഈ സഫാ കുന്ന് എന്നുള്ളത്. കഅബയുടെ തൊട്ടടുത്താണ്. ഇന്നത് ഹറമുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നു. അക്കാലത്ത് അത് കഅബയുടെ തൊട്ടടുത്തുള്ള ഒരു കുന്നാണത്. ആരെങ്കിലും അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ എല്ലാ ആളുകളും അവിടെ ഒരുമിച്ച് കൂടും, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറയും. നമ്മൾ നേരത്തെ ഹിൽഫുൽ ഫുളൂലിന്റെ സംഭവത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കച്ചവടക്കാരൻ സഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് മക്ക ഖുറൈശികളെ താക്കീത് ചെയ്യുന്ന സംഭവം നമ്മൾ നേരത്തെ നമ്മുടെ കഥയിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ അവിടെ കയറിയ ഉടനെ എന്ത് ചെയ്യുന്നു, മക്കയിലെ മുഴുവൻ ആളുകളും അവിടേക്ക് ഒരുമിച്ച് കൂടുക. വളരെ ചെറിയ പട്ടണമായിരുന്നു മക്ക. 1000-1500 ആളുകൾ മാത്രമേ അന്ന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കയറിയ ഉടനെ എല്ലാവർക്കും അറിയാം, വിശ്വസ്തനാണ്, അല്ലമീനാണ്. അവിടെ എത്തിയ ഉടനെ എന്ത് ചെയ്യുന്നു, എല്ലാ ആളുകളും മക്ക അവിടെ ജോലികളൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു, സഫാ കുന്നിന്റെ താഴ്വാരത്തിലേക്ക് എത്തുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നു. ഒരു പ്രവാചകൻ പറയുന്നുണ്ടോ, ഖുറൈശികളെ, ഈ മലക്ക് പിറകില് ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഉടനെ തടിച്ചുകൂടി എല്ലാവരും പറയുന്നു, ഞങ്ങൾ വിശ്വസിക്കും, കാരണം നിങ്ങളല്ല മീനാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കും എന്നൊരു തരത്തിലേക്ക് എന്ത് ചെയ്യുന്നു അവരുടെ സംസാരം. ഉടനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരോട് ദീനിനെ പറ്റി പറയുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, ഏകദൈവ വിശ്വാസത്തെ പറ്റി പറയുന്നു, നിങ്ങൾ ആരാധിക്കുന്ന ഈ ദൈവങ്ങൾ അവ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാത്ത കാര്യങ്ങളാണ്, കല്ലുകൾ മാത്രമാണത്, നിങ്ങൾ എന്ത് ചെയ്യണം, ചിന്തിച്ചതിന് ശേഷം ഈ ദൈവമായ ഏകദൈവാരാധനത്തിലേക്ക് വിശ്വസിക്കാൻ നിങ്ങൾ കടന്നു വരണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നു. ഞാൻ അവിടുത്തെ പ്രവാചകനാണെന്ന് പറയുന്നു. മരണാനന്തര ജീവിതവും പ്രതിഫലങ്ങളൊക്കെ പറ്റിയൊക്കെ എന്ത് ചെയ്യുന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറയുന്നു. മാത്രമല്ല ഒരു വലിയ ശിക്ഷ നിങ്ങൾക്ക് താക്കീത് ചെയ്യുകയാണ്. നിങ്ങളിങ്ങനെ ബഹുദൈവാരാധനയിലും ബിംബാരാധനയിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ശിക്ഷയാണ് നിങ്ങളെ തേടി എത്താനുള്ളത് എന്ന താക്കീത് കൂടെ എന്ത് ചെയ്യുന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നു. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നു, ഓരോ കുടുംബക്കാരെയും യാ ബനീ കഅബ് തുടങ്ങിയ ഓരോ കുടുംബക്കാരെയും വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കുക. ശേഷം മകൾ ഫാത്തിമ ബീവി എന്ന് വളരെ ചെറിയ ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ, നീ നരകത്തോട് സൂക്ഷിക്കുക, അന്ത്യനാളിൽ എൻ്റെ ഒരു കെയർ ഓഫ് ഉണ്ടാവില്ല, അന്ന് എൻ്റെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ രക്ഷപ്പെടുകയില്ല, നീ ഇസ്ലാമിലേക്ക് കടന്നു വരണം, നീയും നരകത്തോട് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ബീവിയൊക്കെ ആദ്യം വിശ്വസിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടൊക്കെ ഈ കാര്യങ്ങൾ കൽപ്പിക്കുകയാണ്. ഈ ആഖിറത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല, നിങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് എനിക്ക് എൻ്റെ സമ്പത്ത് മുഴുവനും വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, പക്ഷേ ആഖിറത്തിൽ എൻ്റെ മകളെ പോലെ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാവരും വിശ്വസിക്കണം എന്ന് പറയുന്നു. എല്ലാവരും നിശബ്ദമായിട്ട് ഷോക്കായിട്ട് നിൽക്കുക, ഒന്നും പറയുന്നില്ല, എന്താണ് പറയുന്നത് മനസ്സിലാവില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അബൂ ലഹബ് എഴുന്നേറ്റ് പറയുന്നു, തബ്ബൻ ലക യാ മുഹമ്മദ്, ഓ മുഹമ്മദേ നിനക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു. ഇതിനാണോ നീ ഞങ്ങളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്, നിനക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശപ്പെട്ട ഭാഷയിൽ എന്ത് ചെയ്യുന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ലഹബ് സംസാരിക്കുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. കാരണം ഒന്നും പറയാൻ പറ്റിയില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞതുമില്ല. എല്ലാവരുടെ ഇടയിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ മോശപ്പെട്ട ഭാഷയിൽ എന്ത് ചെയ്യുന്നു അബൂ ലഹബ് ഇടപെടുന്നു. പ്രവാചകൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂടെ അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് ഇടപെടുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് തുടങ്ങുന്ന ആ സൂറത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ നിമിഷത്തിൽ തന്നെ അള്ളാഹു എത്തിച്ചു കൊടുക്കുകയാണ്. അബ്ദുൽ ഉസ്സ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അക്കാലത്ത്. അദ്ദേഹം എന്ത് പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ കൈ നശിച്ചു പോട്ടെ എന്നൊക്കെ പറയും. അതേ പ്രയോഗത്തോടെയാണ് ഖുർആൻ അബൂ ലഹബിനോട് സംസാരിക്കുന്നത്. അവിടുത്തെ കൈ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സമ്പത്ത്, അവിടുത്തെ എല്ലാ കാര്യങ്ങളും നശിച്ചു പോകട്ടെ എന്ന തരത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത്. ഖുർആനിലൂടെ ഇങ്ങനെ അത്രയും നിശിതമായിട്ട് വിമർശിച്ച മറ്റൊരു ആളെയും നമുക്ക് ചരിത്രത്തിൽ, പ്രവാചകന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇങ്ങനെ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് തുടങ്ങിയ സൂറത്തിലൂടെ എന്ത് പറയുന്നുണ്ട്, ലഹബ് എന്ന് പറഞ്ഞാൽ തീ എന്നാണ് അർത്ഥം. അഥവാ തീൻ്റെ ആളായിട്ട് അഥവാ നരകാവകാശിയായിട്ട് ആ ആയത്തിലൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിച്ച കാരണത്താൽ എന്ത് ചെയ്യുന്നു അബൂ ലഹബിനെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും മറ്റൊരു ശത്രുക്കളെയും പറയാതെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബൂ ലഹബ് എന്ന ശത്രുവിനെ മാത്രം ഖുർആൻ ഇങ്ങനെ വളരെ വിമർശിച്ചു എന്നതിന് ചരിത്രകാരന്മാർ തന്നെ നമുക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം പ്രവാചകന്റെ വീട്ടിൽ വെച്ച് അബൂ ലഹബ് വളരെ പരസ്യമായിട്ട് വിമർശിക്കുന്നുണ്ട്. ശേഷം ഈ സഫാ കുന്നിൻ്റെ അവസരത്തിലും പ്രവാചകനെ വിമർശിക്കുന്നുണ്ട്. അവിടെ ഒന്നും അവസാനിക്കുന്നില്ല. ശേഷം പിന്നീട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ അവിടുത്തെ പിതൃ സഹോദരനാണ്, പിതാവിൻ്റെ നേരെ സഹോദരൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് അബൂ ലഹബ്. അവിടുത്തെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വേളയിൽ
സന്തോഷത്തോടുകൂടെ ഒരു അടിമയെ മോചിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്റെ ജനന വാർത്ത അബൂലഹബിനോട് വന്ന് പറഞ്ഞ അടിമയെ അബൂലഹബ് മോചിപ്പിക്കുകയാണ്. അത്രയും ബന്ധമുള്ള അവിടുത്തെ പിതൃ സഹോദരനാണ്, അവിടുത്തെ പിതാവിൻ്റെ നേരെ സഹോദരൻ. മാത്രമല്ല നബിയുടെ 2 പെൺമക്കളെ കെട്ടിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അബൂലഹബിൻ്റെ 2 മക്കൾക്കാണ്. ഉത്തൈബ എന്ന് പറയുന്ന 2 മക്കൾക്കാണ്. ഉത്തുബ കല്യാണം കഴിക്കുന്നത് പ്രവാചകന്റെ മകളായ റുക്കിയയാണ്. ഉത്തൈബ വിവാഹം കഴിക്കുന്നത് പ്രവാചകന്റെ മറ്റൊരു മകളായ ഉമ്മു കുൽസൂമിനെയാണ്. പ്രവാചകൻ ഈ ദൈവത്വമായിട്ട് മുന്നോട്ട് വരുന്ന സമയത്താണ് പ്രവാചകനോട് എതിർപ്പ് കാരണത്താൽ തൻ്റെ മക്കളോട് വളരെ നിർബന്ധിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇവരെ വിവാഹമോചനം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 മക്കളെയും ഒരേ ദിവസം ഒരേ സമയത്ത് എന്ത് ചെയ്യുന്നു, ഇവർ 2 പേരും വിവാഹമോചനം നൽകിയിട്ട് ഇവരെ വീട്ടിൽ കൊണ്ടുവന്നാക്കുകയാണ്. മാത്രമല്ല ഉതൈബ എന്ന മകൻ എന്ത് ചെയ്യുന്നു, കൊണ്ടാക്കുക മാത്രമല്ല വളരെ മോശപ്പെട്ട ഭാഷയിൽ പ്രവാചകനോട് സംസാരിക്കുന്നു, അവിടുത്തെ മുഖത്തേക്ക് തുപ്പുക പോലും ചെയ്യുന്നുണ്ട്. അള്ളാഹു ഇതിനെല്ലാം കണക്ക് ചോദിക്കുന്ന ചരിത്രം പിന്നീട് വരുന്നുണ്ട്. പക്ഷേ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നത്. തൻ്റെ 2 മക്കളെയും ഒരേ ദിവസം വിവാഹമോചനം ചെയ്യുന്നു. ഇങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ വിധത്തിലും ബുദ്ധിമുട്ടിച്ച, വളരെയധികം അപമാനിച്ചൊരു മനുഷ്യനായിരുന്നു അബ്ദുൽ ഉസ്സ എന്നറിയപ്പെടുന്ന അവിടുത്തെ അബൂലഹബ്. ഇങ്ങനെ മാത്രമല്ല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടി മരിച്ച അവസാനത്തെ ആൺകുട്ടി മരിച്ച വേളയിൽ മക്കയിൽ ആഘോഷിച്ച് നടക്കുകയാണ് അബൂലഹബ്. മുഹമ്മദിന്റെ വാലറ്റിരിക്കുന്നു, അവിടെ ഇനിയൊരു പരമ്പര ഉണ്ടാകാൻ പോകുന്നില്ല, ആൺമക്കളൊക്കെ മരിച്ചുപോയി, പെൺമക്കൾ മാത്രമാണ് ശേഷിക്കുന്നത് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ വളരെ വിഷമിച്ചിരിക്കുന്നു. മക്കൾ മരിച്ചു എന്ന് പറഞ്ഞ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയുടെ വേളയാണ്. ആ വേളയിലും ശത്രുവായിരുന്ന അബൂലഹബ് എന്ത് ചെയ്യുന്നു, മറ്റുള്ള ശത്രുക്കൾക്കൊക്കെ മനസ്സലിവ് തോന്നിയ സമയത്ത് പോലും അബൂലഹബ് അത് വളരെ ആഘോഷമായിട്ട് കൊണ്ടു നടക്കുന്നു. മാത്രമല്ല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് ചപ്പുചവറോടെയായിരുന്നു. തബ്ബത് യദാബി തുടങ്ങുന്ന സൂറത്തിൽ അവിടുത്തെ ഭാര്യയെ, വിറകേറ്റി വരുന്ന സ്ത്രീ എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്ന ഉമ്മു ജമീല എന്ന അവിടുത്തെ ഭാര്യയും ഖുർആൻ വിമർശിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നു, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപവാദം പറയുന്നു, അവിടുത്തെ വഴിയിൽ കല്ലും മുള്ളും ഒക്കെ വാരി എറിയുന്നു. മാത്രമല്ല പ്രവാചകന്റെ വീട്ടിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു വേസ്റ്റ് കൊണ്ടുവന്നിടുന്നുണ്ട്. ഇതൊരിക്കൽ മക്കയിലെ ആളുകൾ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ അബൂലഹബ് പൈസ കൊടുത്തിട്ട് ആളെ ഏൽപ്പിക്കുകയാണ്, വേറെ ആളുകളെ പ്രവാചകന്റെ അടുത്തേക്ക് വേസ്റ്റ് കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട്. അത്രത്തോളം പ്രവാചകനെ ബുദ്ധിമുട്ടിച്ച ഏറ്റവും കൊടിയ ശത്രുവായിട്ടാണ് അബൂലഹബിനെയും അവിടുത്തെ ഭാര്യയെയൊക്കെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ ഇത്രത്തോളം പരസ്യമായിട്ട് അവരെ വിശേഷിപ്പിക്കുകയും അവരെ നിശിതമായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു മനോഹരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ അബൂലഹബിൻ്റെ മരണശേഷം ഒരാൾ സ്വപ്നം കാണുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, അവിടുത്തെ ശിക്ഷയൊക്കെ പറ്റി ചോദിക്കുമ്പോൾ പറയുന്നത്, എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ പ്രവാചകൻ ഇത്രത്തോളം ബുദ്ധിമുട്ടിച്ചത്. പക്ഷേ ഞാൻ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വേളയിൽ ഞാൻ എന്നോട് ആ സന്തോഷ വാർത്ത വന്ന് പറഞ്ഞ അടിമയെ ഞാൻ മോചിപ്പിച്ചല്ലോ, ആ ഒരു സൽപ്രവൃത്തി കാരണം കൊണ്ട് മാത്രം ആ റബീഉൽ അവ്വൽ മാസത്തിൽ എനിക്ക് കുറച്ച് ശിക്ഷ ഇളവ് ലഭിക്കാറുണ്ട് എന്ന് അബൂലഹബ് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രത്തോളം ബുദ്ധിമുട്ടിച്ച പറഞ്ഞ മനുഷ്യരില്ല. ഖുർആൻ പോലും പരസ്യമായിട്ട് ശത്രുവായിട്ട് ശപിക്കപ്പെട്ട മനുഷ്യനായിട്ട് മുദ്ര കുത്തിയ ഒരാൾ പ്രവാചകൻ ജനിച്ച സന്തോഷം പ്രകടിപ്പിച്ചത് കാരണത്താൽ ഖബറിൽ ശിക്ഷ ഇളവ് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ ആഘോഷിക്കണോ, അതിനെ സന്തോഷിക്കണോ എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലേക്ക് ആളുകൾ പലതരത്തിൽ നമ്മുടെ നാട്ടിൽ പോലും ചർച്ച ചെയ്യുന്ന വേളയിലാണിത്. അവിടെയാണ് ഇങ്ങനെ അവിടുത്തെ ശത്രു പ്രവാചകന്റെ ജനനത്തിൽ സന്തോഷിച്ച വാർത്ത പറഞ്ഞിട്ട് അവിടെ നിന്ന് ശിക്ഷ ഇളവ് ലഭിക്കുന്നത് പറയുമ്പോഴാണ് നമ്മൾ വിശ്വാസികളായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് എന്ത്, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഘോഷങ്ങൾ പാടില്ല, സന്തോഷങ്ങൾ പാടില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ശരിക്ക് അബൂലഹബിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കുക എന്നുകൂടെ ഞാൻ അടിവരായിട്ട് ഇവിടെ ആവർത്തിക്കുകയാണ്. അങ്ങനെ ഈ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ തുടങ്ങിയ ആയത്ത് ഇറങ്ങിയോടുകൂടെ എന്ത് ചെയ്യുന്നു, അവിടുത്തെ ഭാര്യ ഉമ്മു ജമീൽ എന്ത് ചെയ്യാണ്, കല്ലുകൾ പൊറുക്കിയിട്ട് പ്രവാചകനെ എറിയാൻ വേണ്ടിയിട്ട് ദേശത്തിൽ വരിക. അപ്പോൾ കഅബയുടെ അടുത്ത് അബൂബക്കർ തങ്ങളും പ്രവാചകൻ അവിടെ ഇരിക്കുന്നുണ്ട്. അബൂബക്കർ തങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ് ഉമ്മു ജമീൽ, എന്ത് നിന്റെ കൂട്ടുകാരൻ എവിടെ, എനിക്ക് അവനെ കല്ലെറിയണം. പ്രവാചകൻ അവിടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്. അവർ പറയുമ്പോൾ എനിക്കറിയില്ല, അബൂബക്കർ തങ്ങൾ പറയുകയാണ്. അങ്ങനെ ഉമ്മു ജമീൽ എന്ത് ചെയ്യും, തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. പ്രവാചകൻ അവർ കാണുന്നില്ല. അബൂബക്കർ തങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ കണ്ടില്ല നബിയെ? പ്രവാചകൻ പറയുന്നുണ്ട്, അള്ളാഹു അവരുടെ കണ്ണിന് മുന്നിൽ എനിക്ക് മറയിട്ട് തന്നതാണെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ എവിടെയും സംരക്ഷിക്കുന്ന അവിടുത്തെ ഒരു വലിയ മോചിതത്തായിട്ട് കൂടെ ആ വേള നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അബൂ ത്വാലിബ് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്, ഇങ്ങനെ പ്രവാചകനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അബൂ ത്വാലിബ് എന്ത് ചെയ്യായിരുന്നു, വളരെ വലിയ കവി കൂടെയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് കാരണം എന്ത് ചെയ്യുന്നു, കവിതകളൊക്കെ രചിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ശരീരം മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പ്രവാചകനോട് പറയുന്ന തരത്തിലേക്കുള്ള ഒരുപാട് കവിതാ ശകലങ്ങളൊക്കെ
അബൂ താലിബിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു വേള എന്നുള്ളത് ഈ അബൂ താലിബിൻ്റെ മരണവാർത്ത അറിഞ്ഞ ഉടനെ. കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. തൻ്റെ അബ്ദുൽ മുത്തലിബും ഉമ്മയും ഉപ്പയൊക്കെ പോയതിനു ശേഷം അബൂ താലിബാണ് തൻ്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട് നിൽക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുന്നത് അതാണ്. എല്ലാം നഷ്ടപ്പെട്ട വേളയിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, അബൂ താലിബിന് നിങ്ങൾക്ക് നൽകുന്നു, സംരക്ഷണം നൽകുന്നു, സമ്പത്ത് നൽകുന്നു ഒക്കെ പറഞ്ഞുകൊണ്ട് അബൂ താലിബിനെ ഖുർആൻ പോലും ഇടയ്ക്കിടെ പറയുന്നുണ്ട്. അങ്ങനെ ഈ അബൂലഹബും കുടുംബക്കാരും ആളുകളൊക്കെ ഇങ്ങനെ ഈ ദഅവത്തായിട്ട് വന്നപ്പോൾ പ്രവാചകനെ വിമർശിച്ചപ്പോഴും പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു അവിടുത്തെ ശക്തിയായി നിലകൊണ്ടിരുന്ന അബൂ താലിബിന്റെ മരണവേള എന്നുള്ളത് പ്രവാചകൻ അത്രത്തോളം വേദനിപ്പിച്ചൊരു ദിവസമായിരുന്നു എന്ന് അവിടുത്തെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാവും. ഈ അബ്ദുൽ മുത്തലിബിൻ്റെ 4 ആൺമക്കൾ അവിടുത്തെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് അവിടുന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളായിരുന്ന ഒരാൾ ഹംസ റളിയല്ലാഹു അൻഹു ആണ്. പല മക്കളും പല സ്വഭാവമായിട്ടാണ് പ്രവാചകനോട് പെരുമാറുന്നത്. ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ജീവിതത്തിലേക്ക് പിന്നീട് വരുന്നു, പിന്നീട് എന്ത് ചെയ്യുന്നു, ഇത് ശുഹദാ തരത്തിലേക്ക് പോലും വളരെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് സഹാബി ആയിട്ട് മാറുന്നുണ്ട്. പിന്നീട് ഒരാൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. പിന്നീട് പ്രവാചകൻ ഏറ്റവും കൂടുതൽ സംരക്ഷകനായിട്ട് വരുന്നത് ഈ അബൂ ത്വാലിബാണ്. പ്രവാചകൻ വളരെ സംരക്ഷകനായിട്ട് ഏറ്റവും ഈ കാലഘട്ടത്തിലൊക്കെ പ്രവാചകന്റെ കൂടെ നിൽക്കുന്ന അബൂ ത്വാലിബാണ്. മറ്റൊരു സന്താനം എന്നുള്ളത് അബൂ ലഹബാണ്. പ്രവാചകന്റെ ഏറ്റവും കൊടിയ ശത്രുവായിട്ട് അക്കാലത്ത് നിലനിൽക്കുന്നത് ഈ അബൂ ലഹബ. അബ്ദുൽ മുത്തലിബിന്റെ 4 മക്കള് അവർ പലരും പല സ്വഭാവക്കാരായിട്ടാണ് പ്രവാചകനോട് പെരുമാറുന്നത്. പ്രവാചകന് സംരക്ഷണമായിട്ട് നിൽക്കുമ്പോൾ മറ്റു ചിലർ പ്രവാചകൻ നിശിതമായിട്ട് വിമർശിക്കുന്നു. ഇങ്ങനെ പല ഘട്ടങ്ങളിലാണ് അവരുടെ മക്കൾ വർത്തിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു വന്നത്. ഇങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ഘട്ടങ്ങളിലൂടെ അവരുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ ഈ പ്രബോധനമായിട്ട് വന്നതോടുകൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത വേദന വരും. കാരണം എല്ലാവരും വിമർശിക്കുന്നു, പ്രവാചകനെ വിമർശിക്കുകയും മാറ്റിയോടിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ പ്രവാചകൻ അവിടുത്തെ ആ ദൗത്യത്തിലും അള്ളാഹു നൽകിയ വളരെ വലിയ ഉത്തരവാദിത്തത്തിലും വിശ്വസിക്കുന്നു. അങ്ങനെ നിരന്തരം ആളുകളെ ഈ അള്ളാഹുവിന് വേണ്ടിയിട്ടും അവിടുത്തെ ശിക്കളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടും അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേശികൾ എന്ത് ചെയ്യുന്നു, രണ്ടും കൽപ്പിച്ച് അവർ കുറച്ച് തന്ത്രങ്ങൾ മെനയുകയാണ്. 10 തന്ത്രങ്ങളാണ് കാര്യമായിട്ടും പ്രവാചകനെതിരെ അവർ മെനയുന്നത്. അതിന് എന്തായിരുന്നു ആ തന്ത്രങ്ങളെന്നും പ്രവാചകൻ എങ്ങനെ അതിനെ നേരിട്ടു എന്നും ഒക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ സംസാരിക്കാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.